DRDO ഒരു ബോംബ് നിർമ്മിക്കുന്നു. ഫ്ലയിംഗ് ബോംബ് എന്ന് വിളിക്കാൻ കഴിയുന്ന വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ബോംബ്. ശരിക്കും ഇതെന്താണ്, മിസൈലാണോ? മിസൈൽ ആക്കാൻ പോവാണ്. അതായത് നമ്മുടെ കയ്യിലൊരു ബോംബുണ്ട്. ആ ബോംബിന് പായാനുള്ള ഒരു ശേഷി കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പാഞ്ഞ് ചെന്നിട്ട് പോകുന്ന ഒരു വലിയ ബോംബ്. അതൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കാണ് DRDO ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം DRDO ദിനം പ്രതി ഇപ്പോൾ ഓരോ പുതിയ ആയുധങ്ങൾ ഇങ്ങനെ നിർമ്മിച്ച് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിലേക്കാണ് പഴയൊരു സംഭവം അതിന് പുതിയ ഒരു മാനം കൊടുത്ത് അതിനെ ഇറക്കുകയാണ്. അതായത് നിലവിലുള്ള സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ SAAW എന്ന ഗ്ലൈഡ് ബോംബുണ്ട്. ആ ഗ്ലൈഡ് ബോംബിനെ ജെറ്റ് എൻജിൻ ഘടിപ്പിച്ചിട്ട് ഒരു മിനി എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ DRDO ഉള്ളത്. ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ സ്വാശ്രയത്വ ലക്ഷ്യത്തിന് അതൊരു പ്രധാനപ്പെട്ട കരുത്ത് നൽകുമെന്നുള്ളത് സാധാരണയായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ എല്ലാം നമ്മളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് പ്രത്യേകം പറയുമ്പോൾ അതൊരു ക്ലീഷേ പോലെ ആയിപ്പോവും. അപ്പോൾ ഇന്ത്യയുടെ നൂതന പ്രിസിഷൻ സ്ട്രൈക്ക് ടെക്നോളജിയിലെ ഒരു എന്താ പറയുക സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിട്ട് ഈ ഒരു പദ്ധതി മാറാൻ സാധ്യതയുണ്ട്. നിലവിൽ ഗുരുത്വാകർഷണത്തെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു ബോംബ്, അതായത് SAAW എന്ന് പറയുന്ന ആ ബോംബ് പുതിയ ടർബോ ജെറ്റ് എൻജിൻ ഘടിപ്പിക്കുന്നതോടുകൂടി സ്വയം സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആക്രമണ പരിധി എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആയിരുന്നു. ഇത് 100 കിലോമീറ്ററിൽ നിന്ന് 200 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കും. ഈ നവീകരണം എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമാകുന്നത് ഇന്ത്യയുടെ വ്യോമസേനയ്ക്കാണ്. കാരണം ശത്രു രാജ്യത്തിൻ്റെ വ്യോമ പ്രതിരോധ മേഖലയിൽ പ്രവേശിക്കാതെ തന്നെ അവർക്ക് ആക്രമണം നടത്താനായിട്ട് കഴിയും എന്നുള്ളതാണ്. നവീകരിക്കുന്ന SAAWൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കൃത്യത തന്നെയാണ്. ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ മിസൈലിൽ ഇമേജിംഗ് ഇൻഫ്രാറെഡ് ഗൈഡഡ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സീക്കർ ഉണ്ടാകും. ഒരിക്കൽ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ലക്ഷ്യത്തെ സ്വയം പിന്തുടർന്ന് തന്നെ ആക്രമിക്കുകയും ചെയ്തോളും. 3 മീറ്ററിൽ താഴെ മാത്രം വ്യത്യാസമുള്ള കൃത്യതയോടുകൂടിയാണ് ഇത് ലക്ഷ്യം നിർവഹിക്കുക എന്നുള്ളതാണ്. DRDO നേരത്തെ നാഗ് ആൻറ്റി ടാങ്ക് മിസൈൽ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിൽ ഉപയോഗിച്ചിട്ടുള്ള IIR സിസ്റ്റം രാത്രിയിലും മോശം കാലാവസ്ഥയിലുമൊക്കെ മൊബൈൽ ലക്ഷ്യങ്ങൾക്കെതിരെയും ഉയർന്ന കൃത്യത ഇത് ഉറപ്പാക്കാനായിട്ട് സഹായിക്കും. ഇത് പരമ്പരാഗത ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങളെക്കാൾ വളരെ മികച്ചതാണ് എന്നാണ് പറയുന്നത്. പുതിയ ടർബോജെറ്റ് എൻജിൻ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബോംബിൻ്റെ നീളം നിലവിലെ 1.8 മീറ്ററിൽ നിന്ന് ഏകദേശം 2.5 മീറ്ററായിട്ട് വർദ്ധിപ്പിക്കും. ഈ മിസൈൽ ആദ്യഘട്ടത്തിൽ സുഖോയ് Su-30 MKI വിമാനങ്ങളിലാണ് ഉപയോഗിക്കുക. പിന്നീട് ഇത് റഫേൽ ജെറ്റുകളിലുമൊക്കെ ഘടിപ്പിക്കും. സുഖോയ് വിമാനത്തിന് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള സ്മാർട്ട് ക്വാഡ് റാക്ക് സിസ്റ്റം വഴി ഒരേ സമയം ഒന്നിലധികം SAAW മിസൈലുകൾ വഹിക്കാനും ആക്രമിക്കാനും കഴിയും. ഇത് ശത്രു രാജ്യത്തിൻ്റെ എയർഫീൽഡുകൾ, റൺവേകൾ, റഡാർ ഇൻസ്റ്റലേഷനുകൾ, മറ്റ് തന്ത്രപ്രധാനമായിട്ടുള്ള പല അവരുടേതായിട്ടുള്ള ആസ്തികൾ ഉണ്ടാകുമല്ലോ, അതിലൊക്കെ ഒരേ സമയം ആക്രമണം നടത്താനായിട്ട് സഹായിക്കും. 200 കിലോമീറ്ററിലധികം ദൂരപരിധി ലഭിക്കുന്നത് കൊണ്ട് തന്നെ വിക്ഷേപിക്കുന്ന വിമാനത്തിന് ശത്രുവിൻ്റെ ഉപരിതല വായു മിസൈൽ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്ത് സുരക്ഷിതമായിട്ട് നിൽക്കാനും സാധിക്കും. ഇത് പൈലറ്റിൻ്റെയും വിമാനത്തിൻ്റെയും ഒക്കെ സുരക്ഷ വർദ്ധിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ ജെറ്റ് പവേർഡ് ഈ SAAW മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം എത്തുന്നതോടുകൂടി ഒരു യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശത്രുവിൻ്റെ വ്യോമ പ്രവർത്തനങ്ങളെ നമുക്ക് നാമാവശേഷമാക്കാനായിട്ട് സാധിക്കും. ഇത് ഭാവിയിൽ ഏത് വ്യോമാക്രമണത്തിൻ്റെയും ഗതിയെ മാറ്റിമറിക്കാനുള്ള സാധ്യത കൂടിയാണ്. ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വം ശക്തിപ്പെടുത്താനുമൊക്കെ ഈ മിസൈൽ വഴി കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പുതിയ മിസൈലിന്റെ പരീക്ഷണങ്ങൾ 2025 അവസാനത്തോടെ, അതായത് ഈ വർഷം അവസാനത്തോടെ തന്നെ പൂർത്തിയാകുമെന്നാണ് പറയുന്നത്. പരീക്ഷണങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉൽപാദനം കൂടുതലായിട്ട് നടപ്പാക്കുകയും ഒക്കെ ചെയ്യും.
നൂതനമായിട്ടുള്ള ക്രൂയിസ് മിസൈൽ സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും കടന്നു വരും. ഇത് ആഗോള പ്രതിരോധ നവീകരണത്തിൽ ഇന്ത്യക്കൊരു മുതൽക്കൂട്ടാവും. അതിലുപരി DRDOയുടെ ഒരു പ്രശസ്തി എന്ന് പറയുന്നത് വളരെ ഉയരത്തിലേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ചുറ്റിനും ശത്രുക്കൾ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ പലരുമായിട്ട് ഡീലുകളിൽ ഏർപ്പെടാൻ പോവുകയാണ്. പക്ഷെ ഈ പറയുന്ന ചൈനയെ പോലെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവരെപ്പോഴാണ് എന്തിനു വേണ്ടിയിട്ടാണ് കാല് മാറുക എന്നുള്ളത്. തൊട്ടിപ്പുറത്ത് അസ്ഥിരപ്പെട്ട് കിടക്കുന്ന ബംഗ്ലാദേശുണ്ട്. പാകിസ്ഥാൻ പണ്ടുനാലേ നമുക്കൊരു തലവേദനയാണ്. അതല്ലാതെയും പലതരത്തിലുള്ള ഭീഷണികളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗം വളരെ ശക്തിപ്പെട്ട് വരുന്നത്. അത് നമ്മളെ ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് നമുക്കിത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ആത്മഹർഷം തോന്നുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ എന്തടേ എന്ന് വന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. പക്ഷെ അത് പല ഇതിൻ്റെ താഴെ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഒരു ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ പ്രതിമ നിർമ്മിച്ചിട്ടില്ലേ, അത് നിർമ്മിച്ചിട്ട് എന്താണ് കാര്യം? ഇപ്പൊ ഇത്രയും വലിയ കോടികളുടെ വലിയ ഇതൊക്കെ നടത്തേണ്ടതുണ്ടോ? പ്രതിരോധ രംഗത്തുള്ള നവീകരണമൊക്കെ ഇത് നടത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഠയന്മാരോട് നമുക്ക് ഒറ്റ കാര്യം പറയാൻ പറ്റും. കാരണം ഇതൊക്കെ നവീകരിക്കുകയും ഇതൊക്കെ വാങ്ങുകയും സൂക്ഷിക്കുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് 4 ദിവസത്തെ ഒരു അറ്റാക്ക് കൊണ്ട് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞത്. ഇനിയും നമ്മളെ വെല്ലുവിളിക്കുമ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ഇനി നീ ഒന്നും കൂടെ നാവ് അനക്കിയിട്ടുണ്ടെങ്കിൽ നീയേ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് ഒരു രാജ്യത്തിൻ്റെ ഡിഫൻസ് രംഗം കൂടി ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാകാതെ ഇത്തരത്തിൽ പറയുന്ന ചില ആളുകളുണ്ട്. അവർ ഞാൻ നേരത്തെ പറയുന്നത് അവർക്ക് ബുദ്ധിയില്ലായ്മയാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിയില്ലായ്മയാണെന്ന് തോന്നുന്നില്ല. കാരണം എന്തിനും ഏതിനും നമ്മുടെ രാജ്യത്തിന് നേരെ എന്താ പറയുക, അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉന്നതി ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ആത്മഹർഷമൊക്കെ തോന്നുന്നത്. പക്ഷെ ഇവർക്ക് നേരത്തെ നമ്മുടെ രാജ്യത്തിന് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആത്മഹർഷം തോന്നുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഒരു ഭാരതീയനാണോ എന്നുള്ളത് സ്വയം ചിന്തിച്ച് നോക്കണം. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പോലും ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ ചോദിച്ച ഒരു കാര്യമാണ്, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ കൊച്ചറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ നമ്മൾ പുരോഗമിച്ചിട്ടില്ലേ, ബാക്കി കാര്യങ്ങളും വഴിയേ വരും. എല്ലാം ഈ 65 വർഷം കൊണ്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പോൾ ഈ 15 വർഷം കൊണ്ട് ഇത്രയും നടന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ ശക്തിയുള്ള ഒരു ഗവൺമെൻറ് ഭരണത്തിൽ വന്നത് കൊണ്ടല്ലേ. അപ്പോൾ അവർ ചെയ്യുന്നതിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ചുകൂടെ? അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിലല്ല കാര്യം. സാധാരണക്കാരൻ്റെ വിശപ്പകറ്റ്, ഞാൻ 24 മണിക്കൂറും വിശപ്പകറ്റുന്നതിനെ പറ്റി മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ ഡിഫൻസും കൂടെ ശക്തമാവണം. പക്ഷെ നമ്മൾ കൊടുത്ത തിരിച്ചടി അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞാണ് പാകിസ്ഥാനിനുള്ള തിരിച്ചടി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ വിശപ്പ് മാത്രം മാറ്റിക്കൊണ്ടിരുന്നെങ്കിൽ ഈ തിരിച്ചടിക്കാനുള്ള ആയുധങ്ങൾ നമ്മുടെ ആയുധപ്പുരയിൽ ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതിന് അവർക്ക് മറുപടിയില്ല. അവർ മനഃപൂർവ്വമായിട്ട് അന്ധമായിട്ടുള്ള BJP വിരോധം, അന്ധമായിട്ട് വിരോധമാണ്. കാരണം മാത്രമല്ല മോദിയോടും അന്ധമായിട്ടുള്ള വിരോധമാണ്. അത് എന്താണ് ഒരു പ്രധാനമന്ത്രി, അത് RSSകാരനായിക്കോട്ടെ BJP ആയിക്കോട്ടെ, ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചിരുന്നെങ്കിൽ ഈ ഒരു ലക്ഷ്യമൊക്കെ നമ്മൾ കൈവരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അവരുടെ കാര്യം തന്നെയായിരിക്കും പറയുക. അതിൽ നമുക്കൊരു ഇതില്ല, എന്താ പറയുക, അതിലൊരു വേർതിരിവില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതി തന്നെയാണ് നമ്മുടെ പ്രധാനം എന്ന് പറയാം. എന്തായാലും അത്തരത്തിൽ വളരെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന DRDO പോലുള്ള കാര്യങ്ങൾ, അവരെല്ലാവരും തന്നെ അത്രയും ഉത്തമമായിട്ടുള്ള ഏറ്റവും കേപ്പബിലിറ്റി ഉള്ള ആയുധങ്ങൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു സന്തോഷം തന്നെയാണത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.